ഈ ഒരു പേഷ്യൻ്റെ കാര്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് കഴിഞ്ഞൊരു 5 വർഷമായിട്ട് സന്ധിവാതം ബാധിച്ച് കഠിനമായ വേദന അനുഭവിച്ച് വരുന്ന ഒരാളായിരുന്നു. മാത്രമല്ല അവർക്ക് ജോയിൻ്റ് ആർത്രൈറ്റിസ്, അതായത് തേയ്മാനവും വന്നിട്ട് ഏകദേശം ഒരു 6 മാസമായി. അങ്ങനെ ഒട്ടും നടക്കാനാവാതെ വീൽ ചെയറിലായിരുന്നു അവരുടെ ഒരു മൊബിലിറ്റിയൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് ജീവിതം എങ്ങനെയായിരിക്കും, എണീച്ച് നടക്കാനാവുമോ, വാഷ്റൂമിൽ പരസഹായം അല്ലാതെ പോകാനാവുമോ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ആയിട്ടാണ് അവരെന്നെ കൺസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷന് ശേഷം അവർക്ക് നമ്മളൊരു ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ് സജസ്റ്റ് ചെയ്തത്. സാധാരണഗതിയിൽ നമ്മൾ ഈ 2 സൈഡിലെ ഹിപ്പിനെയും എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റേജ്ഡ് ആയിട്ടാണ് ചെയ്യാറ്, അതായത് ഒന്നിന് ശേഷം മറ്റൊന്നായിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു അവസ്ഥ പരിഗണിച്ച് നമ്മൾ രണ്ടും ഒരേ സമയം, അതായത് ബൈലാറ്ററൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സിംഗിൾ സ്റ്റേജിലാണ് അത് ചെയ്തത്. അതിനുശേഷം നടക്കാനോ കിടക്കാനോ ടോയ്ലറ്റിൽ പോകാനോ തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പ്രയാസപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവർ പ്രാപ്തിയായി. ഓർത്തോപീഡിക്സിലെ സ്വതവേ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. കാരണം സർജറിക്ക് ശേഷം താനൊരു ആർട്ടിഫിഷ്യൽ ജോയിൻ്റാണ് ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും പേഷ്യൻസ് മറന്നു പോകാറുണ്ട്. അത്രയ്ക്ക് നാച്ചുറലാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്.